ഹലോ ഫ്രണ്ട്സ്, SP ജെയിൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബി സ്കൂൾസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പല ടോപ്പ് IIMsനെക്കാളും മുകളിൽ, ഈവൻ ഞാനൊരു ഇൻഡോറിനെയും കോഴിക്കോടിനെയൊക്കെ മുകളിൽ വരെ ഞാൻ പ്ലേസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് SP ജെയിൻ. സോ SP ജെയിൻ്റെ ഇന്റർവ്യൂ കോൾസ് വന്നിട്ടുണ്ട്. നമ്മളുടെ കൂടെ GDPA പ്രോഗ്രാമിലുള്ള കുറെ പേർക്ക് SP ജെയിൻ്റെ കോൾസ് വന്നിട്ടുണ്ട്. അതിലില്ലാത്ത പലർക്കും ചിലപ്പോൾ SP ജെയിൻ്റെ കോൾസ്, ഇന്റർവ്യൂ കോൾസ് വന്നിട്ട് എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നവരുണ്ടാവും. സോ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറെ ഇൻഫർമേഷൻ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്, കുറെ യൂട്യൂബിൽ ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാളത്തിലൊരു വീഡിയോ ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആൻഡ് എങ്ങനെ ഇതിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, SP ജെയിൻ്റെ ഇന്റർവ്യൂ പല മറ്റ് ബി സ്കൂളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു 1-on-1 പേഴ്സണൽ ഇന്റർവ്യൂ അല്ല. യൂഷ്വലി എല്ലാ ബി സ്കൂൾസിനും ഉണ്ടാവുക ഒരു 2 അല്ലെങ്കിൽ 3 പേരുടെ ഒരു പാനൽ ഉണ്ടാവും, ഒരു ഇന്റർവ്യൂ പാനൽ ഉണ്ടാവും. ഒരു കാൻഡിഡേറ്റിനെ അറ്റ് എ ടൈം ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. ആൻഡ് ഇന്റർവ്യൂ ഡ്യൂറേഷൻ ക്യാൻ റേഞ്ച് എനി ടൈം ബിറ്റ്വീൻ 5 to 10 minutes to say 1 hour വരെ പോകാവുന്ന ഇന്റർവ്യൂസ് ഉണ്ടാവാറുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ആൻഡ് സർപ്രൈസിങ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവരുടെ പാറ്റേൺ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് ഓവർ ദി ഇയേഴ്സ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് IIFTയുടെ ഇന്റർവ്യൂ ഒരു 10 മിനിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ടും കുറെ കാലങ്ങളായിട്ട് അവർ 10 മിനിറ്റിൽ അവരുടെ ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ എക്സ്പെക്ട് സംതിങ് സിമിലർ ഈ വർഷവും എന്നുള്ളൊരു കാര്യമുണ്ട്. When it comes to SP ജെയിൻ സിമിലർ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ എപ്പോഴും ഉള്ളൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാലും ഡീപ് ഇൻസൈഡ് ബി റെഡി ഫോർ സർപ്രൈസസ്. കാരണം ബി സ്കൂൾസ് ആണ്. അവരൊരു വർഷം ഒരു വർഷം ഫോളോ ചെയ്ത ഒരു ഇന്റർവ്യൂ പ്രോസസ് അവർക്ക് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഫസർ വേറെ എന്തെങ്കിലും ഒരു സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ദേ ക്യാൻ ചേഞ്ച് ഇറ്റ് കംപ്ലീറ്റ്ലി. അവിടെ നിങ്ങൾക്ക് ആരുടെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ദർ ഇസ് നോ സ്കോപ്പ് ഫോർ കംപ്ലൈനിങ്. എന്താണോ അവിടെ ഉള്ളത് അത് അപ്പം എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നാലും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടക്കുന്ന വെച്ചിട്ടാണെങ്കിൽ SP ജെയിനിൽ നടക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഇന്റർവ്യൂസ് ആണ്. 2 ഗ്രൂപ്പ് ഇന്റർവ്യൂസ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ബേസിക്കലി there will be something called group interview 1. then അതിൽ നിന്ന് ക്വാളിഫൈ ആവുന്ന ആൾക്കാർ മാത്രം, നോട്ട് ദി പോയിന്റ്, അതൊരു എലിമിനേഷൻ റൗണ്ട് ആണ്. അതിൽ നിന്ന് ക്വാളിഫൈ ആവുന്നവർ മാത്രം ഗ്രൂപ്പ് റൗണ്ട് 2 പോകുന്നുണ്ടാവും. അപ്പോ ഈ ഗ്രൂപ്പ് 1നും ഗ്രൂപ്പ് 2ന്റെയും ഇടയിലോ അല്ലെങ്കിൽ അതിന്റെ മുന്നിലോ ഒരു റിട്ടേൺ എബിലിറ്റി ടെസ്റ്റും പൊതുവെ കണ്ടുവരാറുണ്ട്. സോ ബി റെഡി ഫോർ ദി റിട്ടേൺ എബിലിറ്റി ടെസ്റ്റ്. റിട്ടേൺ എബിലിറ്റി ടെസ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ പുതുതായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓൾറെഡി റിട്ടേൺ എബിലിറ്റി ടെസ്റ്റ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നടത്തുന്ന ഒരു പ്രോസസ്സാണ്. ഐ ഹോപ്പ് യു ആർ പ്രാക്ടീസിങ് വെൽ ഫോർ റിട്ടേൺ എബിലിറ്റി ടെസ്റ്റ്. ഡെയിലി ഒരു ടോപ്പിക് എങ്കിലും എടുത്തിട്ട് ഒരു വാറ്റ് എഴുതി നിങ്ങൾ സ്വയം നോക്കുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മെന്ററിന്റെ, നമ്മളെ മെന്റർഷിപ്പ് പ്രോഗ്രാമിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ മെന്ററിനെ കൊണ്ട് വെറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ ടു ഇന്റർവ്യൂ. ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഇന്റർവ്യൂവിൽ നിന്നുണ്ടാകുന്ന മേജർ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കാര്യം ഉള്ളത്, ഇപ്പൊ പാനലിന്റെ മൂഡ് വളരെ വളരെ ഒരു ഹാർഷ് മൂഡാണ്, അല്ലെങ്കിൽ അവര് ഒരു ഗ്രില്ലിംഗ് മോഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിസ്ക് കുറച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അതായത് ഓക്കെ, അവരത്ര ദേഷ്യം പിടിച്ചിരിക്കുകയാണ്, പക്ഷെ എൻ്റെ അടുത്ത് മാത്രമല്ല എൻ്റെ കൂടെയുള്ള എല്ലാവരുടെ അടുത്തും അവർ അങ്ങനെ തന്നെ ആണ് എന്ന് അറിയുമ്പോഴത്തേക്കും ഒരു ലെവൽ ഓഫ് ഈസിനെസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ അറ്റ് ദി സെയിം ടൈം പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേര് അല്ലെങ്കിൽ 5-6 പേരായിരിക്കും നിങ്ങൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഇന്റർവ്യൂവിന് കയറുക, എസ്പെഷ്യലി ഗ്രൂപ്പ് 1ന്. അപ്പൊ അങ്ങനെ കയറുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ പറയുന്ന കുറെ സാധനങ്ങളൊക്കെ നമ്മൾ തള്ളി വെച്ചതായിരിക്കും. അപ്പൊ ഈ തള്ളി വെച്ച സാധനം അപ്പുറത്തിരിക്കുന്ന ആൾ കേൾക്കുമ്പോഴത്തേക്കും എന്ത് വിചാരിക്കും എന്നുള്ളത് ആദ്യം തന്നെ ഈ ഒരു മെന്റാലിറ്റി എടുത്ത് കളയുക. കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മൾ ബി സ്കൂളിൽ കയറിയാലും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കൂടെയുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇതിനകത്തുള്ളൊരു വലിയ ശതമാനം ആൾക്കാർ നിങ്ങൾ ഇനി ജീവിതത്തിൽ ചിലപ്പോൾ കണ്ടുമുട്ടുക പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു 5 മിനിറ്റ് മുന്നേ പരിചയപ്പെട്ട ആൾക്കാർ നിങ്ങളെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട്. SP ജെയിൻ പോലത്തെ അത്രയും പ്രീമിയർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇന്റർവ്യൂവിൽ നിങ്ങൾ അണ്ടർ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രോബ്ലമാണ്. അത് നിങ്ങൾ തന്നെ മാറ്റിയെടുക്കേണ്ട, മെന്റാലിറ്റി വെച്ച് മാറ്റിയെടുക്കേണ്ട ഒരു പ്രോബ്ലമാണ്. ഇനി 2, നിങ്ങളൊരു ബി സ്കൂളിൽ കയറിയാൽ പോലും ഒരുപാട് കമ്പനീസിന്റെ പ്രീ പ്രോസസ് ആയിട്ട്, അതായത് ഒരുപാട് കമ്പനീസിന്റെ പ്ലേസ്മെന്റ് പ്രീ പ്രോസസ് ആയിട്ട് GD ഉണ്ടാവും. SP ജെയിന്റെ GD അല്ല, അത് ഞാൻ അതിലോട്ട് വരാം. സോ ഈ GDയിൽ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവും. ഇപ്പൊ എന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ
ഏത് കമ്പനിയാണെന്ന് ഓർക്കുന്നില്ല. പക്ഷെ നമ്മളുടെ ഒരു വളരെ ക്ലോസ് ഗ്യാങ് ഉണ്ട്. ആ ക്ലോസ് ഗ്യാങ്ങിലുള്ള 2-3 പേര് നമ്മളവിടെ ഇരിക്കുകയാണ്. അപ്പം നമ്മളിത് ഓരോന്നും പറയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് എത്രത്തോളം തള്ളുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ ഇതിനകത്ത് എത്രത്തോളം നമ്മൾ ബോസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളെല്ലാവരും ചിരിയൊക്കെ അടക്കി പിടിച്ചൊക്കെ ഇരിക്കും. അല്ലാതെ ഇനി ഇത് കഴിഞ്ഞാൽ അവൻ നമ്മളെ ഇത് കളിയാക്കോ എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മൾ അണ്ടർ പെർഫോം ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു സാധനം കയ്യിൽ നിന്ന് ഒഴിവാക്കുക. ഇനി GD എന്ന് പറയുമ്പോഴത്തേക്കും യൂഷ്വലി ഉണ്ടാകുന്നത് ഓരോ ആൾക്കാരും ഫൈറ്റ് ചെയ്യണം. ടോപ്പിക് തന്ന അവര് ഗോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരാൾ പറയുന്നു, അവിടെ നിന്ന് ഇടയ്ക്ക് കയറി പറയുന്നു. ആ ഒരു മീൻ ചന്ത, ഫിഷ് മാർക്കറ്റ് GD എന്നാണ് അതിന് പറയുന്നത് തന്നെ. മീൻ ചന്ത പോലെ ആവും എന്ന് നമുക്ക് പറയാം. പക്ഷെ SPJന്റെ ഇന്റർവ്യൂവിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. SPJന്റെ ഇന്റർവ്യൂവിൽ ഓരോ ആൾക്കാർക്കും ഡയറക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് നിങ്ങളടുത്ത് ചോദിക്കും, അങ്ങനെ ചോദിക്കും. എല്ലാവർക്കും പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊരു ഓപ്ഷൻ തരികയാണ് ഇന്റർവ്യൂവിന്. അതായത് ഇപ്പം ആർക്ക് ആദ്യം പോകണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എവിടെ തുടങ്ങണമെന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബ്രൗണി പോയിന്റ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ദി പ്രോബ്ലം ഈസ് എസ്പെഷ്യലി എനിക്കറിയാവുന്ന ഈ നോർത്ത് ഇന്ത്യ എന്നൊക്കെ വരുന്ന കുട്ടികൾ ഒരുപാടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർ വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് ബോസ്റ്റ് ചെയ്യാൻ അവർക്ക് അറിയാം. പക്ഷെ പേടിക്കണ്ട, അവിടെ ഇരിക്കുന്ന ഫാക്കൽറ്റീസും ഇത് കുറെ കാലങ്ങളായിട്ട് കാണുന്നതാണ്. സോ അവർക്കറിയാം എന്താണ് ബോസ്റ്റിംഗ്, എന്താണ് ബോസ്റ്റിംഗ് അല്ല എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ എന്തൊക്കെ മെയ്ഡപ്പ് ആൻസേഴ്സ് ആണ്, എന്തൊക്കെ മെയ്ഡപ്പ് അല്ല എന്നൊക്കെ ഉള്ളത് ഒരു പണ്ട് വരെ അവർക്ക് മനസ്സിലാവും. ബിക്കോസ് ദേ ഹാവ് ബീൻ ഫോളോയിങ് ദിസ് പാറ്റേൺ. അപ്പൊ നിങ്ങൾ നിങ്ങൾ ഈ അവസാനമാണ് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് ഇരിക്കുക. ആദ്യത്തെ 3 പേരുടെ എക്സ്ട്രാ ഓർഡിനറി ആൻസേഴ്സും റിപ്ലൈസും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, അയ്യേ എന്റെ കാര്യം ഞാൻ പറയുക തന്നെ വേണോ എന്നൊക്കെ ചിലപ്പോൾ തോന്നും. വലിയ തെറ്റാണത്. അങ്ങനെ തോന്നേണ്ട ഒരാവശ്യമില്ല. കാരണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നടുക്ക് പറയാം, അല്ലെങ്കിൽ അവസാനം പറയാം. എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾ പറയാം. അതുപോലെ തന്നെ SPJ is an institute who gives a lot of weightage for ethics, morals, values, principles, responsible managers ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിലൊക്കെ അവർ വളരെ ക്ലിയർ ആണ്. ഇത് എങ്ങനെയാണ് നമ്മളൊരു ഇന്റർവ്യൂവിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ എല്ലായിടത്തും പറയാം, ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴത്തേക്കും വിശന്ന് സൈഡിൽ ഒരാളിരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പോഴത്തെ തന്നെ പോയി ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. ഇങ്ങനെയൊന്നും പറയുന്നത് അല്ല ശരിക്കും എത്തിക്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കത് ഇന്റർവ്യൂവിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ഈ ഒരു ഗ്രൂപ്പ്, അതായത് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ മാത്രം സംസാരിക്കണം, നിങ്ങളുടെ പോയിന്റ്സ് മാത്രം എല്ലാവരും കേൾക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് മാറ്റിയാൽ തന്നെ ഇറ്റ് ഷോസ് ഔട്ട് ദാറ്റ് നിങ്ങൾ ഒരു സോഷ്യലി കോൺഷ്യസ് ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ആളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം എല്ലാവരും പറയുന്ന പോയിന്റ്സ് കേട്ടുകൊണ്ടിരിക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലീഡിങ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് വരാം. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ച് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നൗ സേ സാഹിൽ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് വാട്ട് ഷി ഹാസ് ടോൾഡ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളടുത്ത് എന്താ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചിലപ്പം ആ തൊട്ട് സൈഡിലിരിക്കുന്ന കുട്ടിയോട് ചോദിച്ച അതേ ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ എങ്ങനെ പറഞ്ഞേനെ എന്നുള്ളതായിരിക്കാം ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വേർഡും സ്ട്രക്ചറും ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം. ആ കുട്ടി പറഞ്ഞ ഒന്നും തന്നെ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങളടുത്ത് ചോദിച്ചു ആ കുട്ടി പറഞ്ഞതിൽ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ബ്ലാങ്ക് ആവുന്നു. അത് ഗിവ്സ് ഔട്ട് ആൻ ഇംപ്രഷൻ ദാറ്റ് നിങ്ങൾ ഒരു ടീം പ്ലെയർ അല്ല, നിങ്ങൾക്ക് ടീം ഡൈനാമിക്സ് ഇല്ല, നിങ്ങൾക്ക് മാനേജ് സ്കിൽസ് ഇല്ല, നിങ്ങൾക്ക് ലീഡർഷിപ്പ് സ്കിൽസ് ഇല്ല. സോ ബേസിക്കലി ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കുക. മിനിമം ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഓൾസോ SPJന്റെ ഗ്രൂപ്പ് ഇന്റർവ്യൂസിൽ ചോദിക്കാറുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദി അതേഴ്സ് പെർഫോമൻസ്? അതായത് നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങളുടെ കൂടെയുള്ള 5 പേരുടെ പെർഫോമൻസ്, ആ സമയത്ത് എങ്ങനെ ഇത് ആൻസർ ചെയ്യാം? ആ കുട്ടി നന്നായിട്ട് ചെയ്തു, അവനത്ര നന്നായിട്ട് ചെയ്തില്ല, ഇതാണ് അവരുദ്ദേശിക്കുന്നത്? ഒരിക്കലും അല്ല. അവരുദ്ദേശിക്കുന്നത് ബേസിക്കലി നിങ്ങൾ ഇവരുടെ എല്ലാവരുടെയും പോയിന്റ്സ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാൻ പറ്റിയാൽ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റിയാൽ അത്രയും വെയിറ്റേജ് വേറെ ഒന്നിനും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് പറയണം, സോ ഷി ഹാസ് ബീൻ ടോക്കിംഗ് അബൌട്ട് ഹർ ബാക്ക്ഗ്രൗണ്ട്, അത് ഇത് സാധനങ്ങൾ, ഹെർ അച്ചീവ്മെന്റ്സ് വെർ ആക്ച്വലി ട്രൂലി മോട്ടിവേഷണൽ ഈവൻ ഫോർ മീ. അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിൽ എന്തെങ്കിലും പറയാൻ പറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളുടെ ഇല്ലാത്ത പറയാണ് സേ he or she has a national record in something. So we are saying that okay, that was quite impressive. I am also moved by that, and it will be great to share a classroom with people of this caliber. I am actually excited. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റി. അതായത് എല്ലാവരും പറഞ്ഞ സാധനങ്ങളെല്ലാം കേട്ടിട്ട്
അതിനെ സമ്മറൈസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ചെറിയൊരു അഭിപ്രായം. അല്ലാതെ ഇവൻ ചെയ്തത് ഓക്കെ ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10 ഐ എം റേറ്റിംഗ് ഹിം 8 എന്ന് പറയാനല്ല അവർ ഉദ്ദേശിക്കുന്നത്, എന്ന് പറയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലതും. ഇതാണ് എൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് സൈഡ് ഓഫ് ആൻസർ. ഇനി ഞാൻ നമ്മുടെ GDPI മെന്റർഷിപ്പ് പ്രോഗ്രാമിലുള്ളവർ ആ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഡോക്യുമെന്റിൽ ഒരുവിധം എല്ലാം എക്സോസീവ് ആയിട്ടുള്ള പേഴ്സണൽ ഇന്റർവ്യൂ സൈഡ് ഓഫ് സാധനങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അതുപോലെ ചോദിക്കണമെന്നില്ല. ഉദാഹരണത്തിന് ഇപ്പൊ അതിനകത്ത് നിങ്ങളുടെ ഒരു നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളുടെ ഒരു അഭാവത്തിൽ എന്തായിരിക്കും വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ബേസിക്കലി ദേ ആർ ഇൻഡയറക്ട്ലി ആസ്കിങ് വാട്ട് ആർ യുവർ വീക്ക്നെസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പറയാൻ സെയിം ഒരു വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഇതൊക്കെ ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക, പക്ഷെ അതിന്റെ മുകളിൽ ഞാൻ ഇത്ര വർക്ക് ചെയ്തു. സോ ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് നിങ്ങൾ ആ ഡോക്യുമെന്റിലുള്ള അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. പക്ഷെ അതിനകത്തുള്ള ആൻസേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുവിധം എല്ലാ പേഴ്സണൽ സൈഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇനി വേറെ കാര്യം, ഈ ഗ്രൂപ്പ് ഇന്റർവ്യൂസിൽ വരുമ്പം SPJയിലെ ആസ് യു ഓൾ നോ, SPJയിലെ ഇൻഫർമേഷൻ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷണൽ, സപ്ലൈ ചെയിൻ ആൻഡ് ന്യൂ പ്രോഗ്രാം കോൾഡ് ബിസിനസ് മാനേജ്മെന്റ്. സോ നിങ്ങൾക്ക് ഏതിലാണ് കോൾ കിട്ടിയത് ആ കോളിന്റെ ഡൊമൈനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല നോളജ് വേണം. ആ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഡൊമൈൻ റിലേറ്റഡ് ആയിട്ടുള്ള SPJയിൽ വരുന്ന കമ്പനീസിനെ കുറിച്ച് പഠിക്കണം. അല്ലാത്തുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിക്കണം. അങ്ങനെയുള്ള എല്ലാ രീതിയിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ സ്ഥാപിച്ചെടുക്കേണ്ടി വരും. വൈ? ബിക്കോസ് SPJന്റെ ഗ്രൂപ്പ് ഇന്റർവ്യൂ 1 ഫ്രം വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് മോസ്റ്റ്ലി ഡൊമൈൻ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. മോസ്റ്റ്ലി നിങ്ങളുടെ നോളജ് ആണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഇന്റർവ്യൂ 2 റൗണ്ടിലാണ് വെദർ യു ആർ ഫിറ്റ് ഫോർ SPJ ഇൻ ടേംസ് ഓഫ് യുവർ വാല്യൂസ്, പേഴ്സണൽ എബിലിറ്റീസ് അല്ലെങ്കിൽ പേഴ്സണൽ ട്രേറ്റ്സ് എന്നൊക്കെ ഉള്ളത് സെക്കൻഡ് റൗണ്ടിലാണ് വരിക, ഗ്രൂപ്പ് ഇന്റർവ്യൂ 2. ഇപ്പൊ ഗ്രൂപ്പ് ഇന്റർവ്യൂ 1 ക്ലിയർ ചെയ്താലേ നമുക്ക് 2 പോകാൻ പറ്റൂ. ഇപ്പൊ ഗ്രൂപ്പ് ഇന്റർവ്യൂ 1 എന്താണ് ചോദിക്കുക? ഇപ്പൊ നിങ്ങൾ മാർക്കറ്റിംഗിനാണ് ഷോർട്ട് ലിസ്റ്റഡ് ആണെങ്കിൽ ഐ വുഡ് സേ ഓപ്പൺ ഡാഡിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അതിനകത്ത് കോഴ്സസിൽ MBA പ്രിപ്പറേഷൻ സാധനത്തിൽ ഞാൻ ഡൊമൈൻ സെഷൻസ് മാർക്കറ്റിംഗ് ഇട്ടിട്ടുണ്ട്, കൺസൾട്ടിംഗ് അപ്പാവും. അത്രയും കോംപ്രഹെൻസീവ് ആയിട്ട് ഉള്ള ഒരു മെറ്റീരിയൽ ഇത്ര കൺസൈസ് ആയിട്ട് ചെറിയ ടൈമിൽ നിങ്ങൾക്ക് വേറെ കിട്ടില്ല. അത് വെച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക. അതിനകത്ത് ഓൾസോ പ്രിപ്പയർ ഫോർ ഫേവറേറ്റ് ബ്രാൻഡ് കാര്യങ്ങൾ, ഇതൊക്കെ ഇഫ് യു ആർ ഇൻ ടു മാർക്കറ്റിംഗ്. സിമിലർലി ഫിനാൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആണെങ്കിൽ മോസ്റ്റ്ലി യു വിൽ ബി ഹാവിംഗ് സം വർക്ക് എക്സ്പീരിയൻസ് റിലേറ്റഡ് ടു IT അല്ലെങ്കിൽ റിലേറ്റഡ് ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക. നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു യുവർ പ്രൊജക്ട് ബട്ട് ദെൻ വാട്ട് ഹാപ്പൻ ഒരു ഇൻ ലാർജ്, അറ്റ് ലാർജ് എന്നുള്ള ഒരു സാധനം കൂടി പഠിക്കണം. അതായത് നിങ്ങളുടെ ഒരു 2 ലെവൽ മുകളിലുള്ള മാനേജറിന്റെ ലെവലിൽ നിന്ന് കാര്യങ്ങളൊക്കെ കണ്ടുപഠിച്ച് എവിടെ നിന്നൊക്കെയാണ് സാധനങ്ങൾ വരുന്നത്, എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ക്ലയൻസ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പ്രോബ്ലംസ് ഫേസ്ഡ്, പിന്നെ നിങ്ങളുടെ കമ്പനി ഏത് ഇൻഡസ്ട്രിയിലാണോ ആ ഇൻഡസ്ട്രിയെ കുറിച്ച് നല്ല നോളജ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യും. ബാക്കിയുള്ള ഡൊമൈൻസ് ആണെന്നുണ്ടെങ്കിൽ സോ ഈ പാനലിൽ തന്നെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ മാർക്കറ്റിംഗിന്റെ ഇന്റർവ്യൂ പാനലിൽ പോയി കഴിഞ്ഞാൽ there will be 2 or 3 മാർക്കറ്റിംഗ് പ്രൊഫ്സ് ആൻഡ് there will be an alumni who is working in marketing. സോ അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ ഇഫ് യു ആർ ഗോയിങ് ഫോർ ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാം, BM പ്രോഗ്രാം, ദ ന്യൂ പ്രോഗ്രാം, ഇറ്റ്സ് മോസ്റ്റ്ലി ഒരു ജനറൽ മാനേജ്മെന്റ്, IIMസിന്റെ ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാം പോലത്തെ പ്രോഗ്രാമാണ്. ഇറ്റ്സ് നോട്ട് സ്പെസിഫിക് ടു എനി ഡൊമൈൻസ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡൊമൈൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇത് ചെയ്യാം. യു ക്യാൻ ഓൾവേസ് സേ ദാറ്റ് ഐ എം മോർ ഇൻക്ലൈൻ ടു ദിസ് ഡൊമൈൻ ആസ് ഓഫ് നോ. ആ കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. പക്ഷേ യു ഷുഡ് ഹാവ് സം ഐഡിയ അബൌട്ട് ദി ഡൊമൈൻ, അബൌട്ട് യുവർ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ഐഡിയ ഉണ്ടാവണം. അപ്പം ഫസ്റ്റ് റൗണ്ടിൽ ടെക്നിക്കൽ കുറെ സാധനങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ പഠിച്ചേ മതിയാവുള്ളൂ. വൃത്തിക്ക് നോക്കുക. GK നല്ല രീതിയിൽ നോക്കേണ്ടി വരും. സോ പിന്നെ ഓവറായിട്ട് ബോസ്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പം ടെൽ മീ യുവർ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് ഹാവ് എനി വീക്ക്നെസ് എന്നൊന്നും പറയാതിരിക്കുക. നാച്ചുറൽ ആയിട്ട് എടുക്കുക. ഇതിനകത്ത് ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബി സ്കൂളിനകത്താണെങ്കിൽ പോലും ബി സ്കൂളിൽ ഇവരെന്തിനാണ് ഈ ഒരു ഗ്രൂപ്പ് പ്രോസസ്സ് നടത്തുന്നുണ്ടാവുക? കാരണം ബി സ്കൂളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂമിൽ മൊത്തം ഗ്രൂപ്പ് ഡിസ്കഷൻസും ഒരു ക്ലാസ് ബേസ്ഡ് ഡിസ്കഷൻസിലാണ് നടക്കുക. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാടി കയറി ഫുൾ എനർജിയിൽ മറ്റേ പൊളിറ്റീഷ്യൻസ് സംസാരിക്കുന്ന പോലെ സംസാരിക്കണം എന്നില്ല. അതായത് ഈ പറയുന്ന നമ്മുടെ നരേന്ദ്രമോദിയെ സംസാരിക്കുന്ന ആ ഒരു എനർജിയിലൊന്നും സംസാരിക്കില്ല. അങ്ങനെ അല്ല ബി സ്കൂളിൽ സംസാരിക്കുന്നത്. സാധാരണ മനുഷ്യന്മാർ സാധാരണ ദിവസം സാധാരണ ജീവിതത്തിൽ സംസാരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ സംസാരിക്കുക. അതിനകത്ത് നിങ്ങൾ ഇല്ലാത്ത ആക്സെന്റ് ഇട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഭയങ്കര ഇംഗ്ലീഷിൽ മുൻഷിയാണോ നമ്മുടെ ആരെയും തെളിയിക്കേണ്ട ആവശ്യമില്ല.
നിങ്ങൾ നാച്ചുറൽ ആയിട്ട് ബി നാച്ചുറൽ. നിങ്ങൾ സാധാരണ കോൺവെർസേഷൻ ചെയ്യുന്ന പോലെ ചെയ്യുക. നിങ്ങൾ ഒന്നും ആണെന്ന് പ്രിറ്റൻഡ് ചെയ്യാതിരിക്കുക. ഇത് ജനറലി ഇന്റർവ്യൂസിന് വർക്ക് ചെയ്യും. ആസ് സംവൺ ഞാൻ ബി സ്കൂളിന്റെ മാത്രം ഒരു 10-15 ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ പ്രീവിയസ് ഇയേഴ്സിൽ ഞാൻ മെന്റർ ചെയ്ത് ടോപ്പ് ബി സ്കൂൾസിൽ കയറ്റിയിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ കമ്പനി വൈസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ടോപ്പ് കമ്പനീസിന്റെ ഇന്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വൺ കീ ലേണിംഗ് ഇവിടെ നിന്ന് എല്ലായിടത്തും കിട്ടിയത്, നിങ്ങൾ പ്രിറ്റൻഷ്യസ് ആവാതിരിക്കുക. നിങ്ങൾ ഒന്നും ആണെന്ന് വെറുതെ അവരെ പ്രൂവ് ചെയ്യാൻ തെളിയിക്കാതിരിക്കുക. പിന്നെ ഡെസ്പറേറ്റ് ആവാതെ പോകുന്ന ഇന്റർവ്യൂസ് യുവർ ചാൻസസ് വിൽ ബി വെരി ഹൈ. ഇഫ് യു ആർ ഡെസ്പറേറ്റ് അയ്യോ ഇത് പോയി കഴിഞ്ഞാൽ എന്റെ എല്ലാം പോയി എന്നുള്ള ഡെസ്പറേഷൻ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ മോസ്റ്റ് കേസസ് യുവർ ചാൻസസ് വിൽ ബി ലെസ്. പിന്നെ ഇന്റർവ്യൂസിൽ ഇപ്പൊ നിങ്ങൾക്ക് സംതിങ് ക്യാൻ ഗോ റോങ്. ഇപ്പൊ ഇനിഷ്യലി തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് വൃത്തിക്ക് ഉത്തരം കിട്ടി എന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വൃത്തിക്ക് അത് പറയാൻ പറ്റിയെന്നുണ്ടാവില്ല. ഡോണ്ട് ഗെറ്റ് ഡിസാർട്ടൺ ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു സ്ട്രെസ് ഇന്റർവ്യൂ ആണ്, അല്ലെങ്കിൽ അവർ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെങ്കിൽ ഈവൻ ഇഫ് യു ഡോണ്ട് ആൻസർ ഓക്കെ, ബട്ട് നിങ്ങളൊരു കാം കമ്പോസ്ഡ് ആയിട്ട് അത് പറഞ്ഞു, അതായത് നിങ്ങൾക്ക് അറിയില്ല എന്ന് കാം കമ്പോസ്ഡ് ആയിട്ട് പറഞ്ഞു, ഒരു പറയേണ്ട രീതിയിൽ പറഞ്ഞു എന്നുണ്ടെങ്കിൽ യു മൈറ്റ് ഗെറ്റ് ഇൻ. അതിന്റെ റിസൾട്ട്സ് സർപ്രൈസിങ് ആയിരിക്കും. ഇപ്പൊ പല GDയിലും കമ്പനീസിന്റെ ഒക്കെ കേസിൽ ഒരു ഫിഷ് മാർക്കറ്റ് GD ആയ സമയത്ത് ഒന്നും സംസാരിക്കാൻ പറ്റാതിരുന്ന ആളെ മാത്രം സെലക്ട് ചെയ്ത കേസസ് ഉണ്ട്. അതായത് 6 പേരുള്ള GDയിൽ 5 പേര് അവിടെ ഇവിടെയൊക്കെ വലിയ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു, അടിച്ചിടിച്ച് കയറി എന്തൊക്കെയോ പറഞ്ഞു. ഒരാൾക്ക് മാത്രം മേ ബി ബിക്കോസ് ഓഫ് ഈ ഒരു സാധനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് കയറാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് മിണ്ടാതിരുന്നു. ബാക്കി 5 പേരെ എലിമിനേറ്റ് ചെയ്ത് ഇയാളെ മാത്രം കയറ്റിയ കേസസ് ഉണ്ട്. സോ ഡോണ്ട് വറി, നിങ്ങളുടെ ഇന്റർവ്യൂ പെർഫോമൻസ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ അല്ല SPJയിലെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ടോപ്പ് ബി സ്കൂളിലെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ അവർ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. ദേ വിൽ ഹാവ് ദെയർ ഓൺ മെട്രിക്സ്. എല്ലാവരും ഹ്യൂമൻസ് ആണ്, അത് മനസ്സിലാക്കുക. സോ ഇൻ ജനറൽ ഞാൻ പറഞ്ഞു, ഡൊമൈൻ സ്പെസിഫിക് കുറച്ച് പ്രിപ്പയർ ചെയ്യണം. ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ടെൽ മീ സം ഓഫ് ദി ക്വാളിറ്റീസ് യു വിൽ ലൈക്ക് ഇൻ യുവർ ലൈഫ് പാർട്ട്ണർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. സോ അങ്ങനത്തെ സാധനമൊക്കെ വരുമ്പോഴത്തേക്കും ഇറ്റ് ഷുഡ് ബി ഡിപ്ലോമാറ്റിക്. യു ഷുഡ് നോട്ട് ബി കമ്മിങ് ഔട്ട് വിത്ത് എന്താ പറയാ, വളരെ സെക്സിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നാരോ ആയിട്ടുള്ള റെസ്പോൺസ് ആയിട്ട് വരുന്നത്. കാണാൻ നല്ല ഇതുണ്ടാവണം, മറ്റേ 5'5" ഹൈറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൻസേഴ്സ് പറയാതെ കുറച്ചുകൂടി അതൊക്കെ ഒന്ന് കീറി മുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഡോക്കിൽ കുറെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇതിന്റെയൊക്കെ ആൻസേഴ്സ് ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഫ്രഷേഴ്സിന് ഓക്കെ ഇൻ പെർട്ടിക്കുലർ എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ MBA ചെയ്യുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള വർക്ക് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തിനു നിങ്ങളെ എടുക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ 2 വർഷം വർക്ക് എക്സ്പീരിയൻസോടുകൂടി വന്ന് MBA ചെയ്യുന്നില്ല? ഡോണ്ട് യു തിങ്ക് ദാറ്റ് വിൽ ബി എ ബെറ്റർ തിങ് ടു ഡു? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. സോ അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. SPJന്റെ പ്രോസസ്സ് AC ചെയ്യുക. നമ്മളുടെ ഓപ്പൺ ഡാറ്റ് ഫാമിലിയിൽ നിന്ന് തന്നെ SPJയിൽ കോൾ കിട്ടിയ എല്ലാവരും തന്നെ കൺവേർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് ഹോപ്പ് ദാറ്റ് കംസ് ട്രൂ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദി വീഡിയോസ്. ബൈ.